ഹലോ ഓൾ, വെൽക്കം ടു കഥാർട്ടിക് കൗച്ച്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറപ്പിയുടെ പാർട്ട് 1 ആയിരുന്നു എടുത്തിരുന്നത്. ഹിസ്റ്ററി ആൻഡ് ഓട്ടോമാറ്റിക് തോട്ട്സ്, സ്കീമാസ്, ഇതേപ്പറ്റിയൊക്കെ ആയിരുന്നു അതിനകത്ത് സംസാരിച്ചിരുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ തെറപ്പി ബേസ് ചെയ്ത് അതിൻ്റെ ഗോൾസ് എന്താണ്, തെറപ്യൂട്ടിക് പ്രോസസ്സ്, തെറപ്യൂട്ടിക് ടെക്നിക്സ് എന്താണ്, ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ. അതുകൂടാതെ തന്നെ ഇതിൻ്റെ പാർട്ട് 1 കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും ഈ ഒരു വീഡിയോ. സോ പാർട്ട് 1 കണ്ടിട്ട് വരും. ഓക്കെ, സോ ഈ വീഡിയോയിൽ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഹിസ്റ്ററി തൊട്ട് കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ് വരെയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ ഗോൾസ്, അസസ്മെൻറ്റ്സ്, തെറപ്യൂട്ടിക് പ്രോസസ്സ് ആൻഡ് തെറപ്യൂട്ടിക് ടെക്നിക്സിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സോ ഗോൾസ് ഓഫ് തെറപ്പി. അപ്പോൾ കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറപ്പിയുടെ മെയിൻ ഗോൾസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഗോൾ എന്ന് പറയുന്നത്, മെയിൻ ആയിട്ടുള്ള ഗോൾ എന്ന് പറയുന്നത് ബയസ് ഓർ ഡിസ്റ്റോർഷൻസ് ഇൻ തിങ്കിങ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷനെ പറ്റിയൊക്കെ സംസാരിച്ചിരുന്നു അല്ലേ. കാറ്റസ്ട്രഫൈസിങ്, ഓൾ ഓർ നത്തിങ്, മാഗ്നിഫിക്കേഷൻ, മിനിമൈസേഷൻ, ഇതുപോലത്തെ ഒരുപാട് ഡിസ്റ്റോർഷൻസ് ഒരു വ്യക്തിയിലുണ്ടാവും. അപ്പോൾ ആ ഒരു ഡിസ്റ്റോർഷനെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഗോൾ എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മുടെ കോഗ്നിറ്റീവ് സ്കീമാസ് ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ 3 ലെവൽസ് ഓഫ് ചേഞ്ചാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യം എന്താണ്? സ്കീമ റീഇൻ്റർപ്രിറ്റേഷൻ, സ്കീമ മോഡിഫിക്കേഷൻ ആൻഡ് സ്കീമ റീസ്ട്രക്ചറിങ്. സ്കീമ റീഇൻ്റർപ്രിറ്റേഷൻ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമുക്കൊരു സ്കീമ ഉണ്ടെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ, ഐ ആം ഇൻകോമ്പീറ്റൻ്റ് എന്ന് പറയുന്ന സ്കീമയാണെങ്കിൽ ആ ഒരു സ്കീമ ടച്ച് ചെയ്യാതെ അതിൻ്റെ അറൗണ്ട് പോയി പ്രവർത്തിക്കുക എന്ന് വെച്ചാൽ വെനെവർ ദി സ്കീമ കംസ് അതിനെ മൈൻഡ് ആക്കുക. അപ്പം തന്നെ നമ്മൾ അതിനെ ആ ഒരു തോട്ടിന് നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ വേറെ എന്തെങ്കിലും അതിനെ ഡിസ്ട്രാക്ട് ചെയ്യാനായിട്ട് വേറെ എന്തെങ്കിലും ഒരു തോട്ടിന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയോ അങ്ങനെ ആ ഒരു സ്കീമ ടച്ച് ചെയ്യാതെ പ്രവർത്തിക്കുന്നതിനെയാണ് സ്കീമ റീഇൻ്റർപ്രിറ്റേഷൻ എന്ന് പറയുന്നത്. അതാണ് ഫസ്റ്റ് ലെവൽ ഓഫ് ചേഞ്ചിങ് കോഗ്നിറ്റീവ് സ്കീമ. സെക്കൻഡ് ലെവൽ എന്ന് പറയുന്നത് സ്കീമ മോഡിഫിക്കേഷൻ. സ്കീമ മോഡിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു സ്കീമ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒന്നിലധികം സ്കീമ ഉണ്ടെങ്കിൽ അത് ഫുള്ളി നമ്മൾ ചേഞ്ച് ചെയ്യാൻ ശ്രമിച്ചില്ലെങ്കിലും അതിനെ ചെറുതായിട്ട് മോഡിഫൈ ചെയ്യാൻ ശ്രമിക്കുക. ആ ഒരു സ്കീമ അതുപോലെ ഉണ്ടെങ്കിൽ പോലും അതിൽ ചെറിയ ചെറിയ മോഡിഫിക്കേഷൻസ് വരുത്താൻ ശ്രമിക്കുക. അതാണ് സ്കീമ മോഡിഫിക്കേഷൻ. ഫോർ എക്സാമ്പിൾ, ഒരു പാരനോയിഡ് സ്കീസോഫ്രീനിയ ഉള്ള ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ആ ഒരു വ്യക്തിക്ക് എല്ലാവരെയും സംശയമാണ്. അപ്പം സ്കീമ മോഡിഫിക്കേഷൻ വഴി ഈ എല്ലാവരെയും സംശയം എന്നത് മാറ്റി ഒരാളിലെങ്കിലും വിശ്വാസം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അതാണ് സ്കീമ മോഡിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് സ്കീമ റീസ്ട്രക്ചറിങ്. സ്കീമ റീസ്ട്രക്ചറിങ് എന്ന് പറഞ്ഞാൽ ഫുള്ളി ആ ഒരു സ്കീമിനെ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത്, ഫുള്ളി റീസ്ട്രക്ചർ ചെയ്യുക എന്നുള്ളതാണ് സ്കീമ റീസ്ട്രക്ചറിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ ഒരു ഗോൾസ് എന്ന് പറയുന്നത് സ്പെസിഫിക് ആയിരിക്കണം, വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഗോൾസ് ആയിരിക്കണം നമ്മൾ ഗോൾസ് ചെയ്യുമ്പോഴത്തേക്കും നോക്കേണ്ടത്. പിന്നെ നമ്മൾ മാക്സിമം ഗോളിന് എപ്പോഴും പ്രയോറിറ്റൈസ് ചെയ്യുക ആൻഡ് വർക്ക് കൊളാബറേറ്റീവ്ലി. ഈ കൊളാബറേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. CBTയിൽ നമ്മൾ ക്ലയൻറ്റും തെറപ്പിസ്റ്റും ഒരു കൊളാബറേറ്റീവ് റിലേഷൻഷിപ്പാണ്. ഒരിക്കലും നമുക്ക് ക്ലയൻറ്റിന് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ ക്ലയൻറ്റിന് വേണ്ടാന്ന് തോന്നുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല. സോ ഈ ഒരു തെറപ്പിയിൽ എപ്പോഴും ഒരു കൊളാബറേറ്റീവ് എഫേർട്ടാണ് വേണ്ടത്. ക്ലയൻറ്റും ഓക്കെ ആയിരിക്കണം, തെറപ്പിസ്റ്റും ഓക്കെ ആയിരിക്കണം. അങ്ങനത്തെ ഗോൾസ് നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുക. ആൻഡ് ഈ ഗോൾസ് എന്ന് പറഞ്ഞാൽ വളരെ ക്ലിയർ ആൻഡ് കോൺക്രീറ്റ് ആയിട്ടുള്ള ഗോൾസ് ആയിരിക്കണം. സോ ദീസ് ആർ ദ ഗോൾസ് ഓഫ് തെറപ്പി. അടുത്തത് അസസ്മെൻറ്റ്സ് ആണ്. ഒരു തെറപ്യൂട്ടിക് സെറ്റിങ്ങിൽ എങ്ങനെയൊക്കെയാണ് നമുക്ക് അസസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. 4 മെത്തേഡ്സ് ആണ്. ഇതധികം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഫസ്റ്റ് വൺ ഈസ് ക്ലിനിക്കൽ ഇൻ്റർവ്യൂ. ക്ലിനിക്കൽ ഇൻ്റർവ്യൂവിൽ നമ്മൾ പേഷ്യൻ്റെ ഫുൾ ഹിസ്റ്ററി എടുക്കും. അതിൽ നിന്ന് നമുക്ക് അസസ് ചെയ്യാൻ കഴിയും. അതിൽ നിന്ന് നമുക്ക് സിംറ്റംസ് കണ്ടെത്താനും കഴിയും. പിന്നെ വരുന്നത് സെൽഫ് മോണിറ്ററിങ്. സെൽഫ് മോണിറ്ററിങ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് ഹോംവർക്ക്സ് കൊടുക്കാം. ഡിസ്ഫങ്ഷണൽ തോട്ട് റെക്കോർഡ് അല്ലെങ്കിൽ തോട്ട് ഡയറീസൊക്കെ നമുക്ക് ഹോംവർക്കായിട്ട് കൊടുക്കാം. അതുവഴി നമുക്ക് അവരുടെ തോട്ട് പ്രോസസ്സ് നമുക്ക് മനസ്സിലാവും. പിന്നെ വരുന്നത് തോട്ട് സാമ്പിളിങ്. തോട്ട് സാമ്പിളിംഗ് എന്ന് പറയുന്നത് വെനെവർ ഇതുപോലത്തെ ഒരു ഡിസ്ഫങ്ഷൻ അല്ലെങ്കിൽ മാലഡാപ്റ്റീവ് ആയിട്ടുള്ള തോട്ട്സ് വരുമ്പോൾ അത് റെക്കോർഡ് ചെയ്ത് വയ്ക്കാം. നോട്ട്ബുക്കിൽ എഴുതിയോ അല്ലെങ്കിൽ ഫോണിൽ റെക്കോർഡ് ചെയ്തോ വയ്ക്കാം. അതിനെയാണ് തോട്ട് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് സ്കെയിൽസ് ആൻഡ് ക്വസ്റ്റ്യനേഴ്സ്. അപ്പോൾ അതിനകത്ത് നമുക്ക് പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനേഴ്സ് അല്ലെങ്കിൽ സ്കെയിൽസ്, ഇപ്പം BDI,
scale for suicidal ideation, dysfunctional attributional scale, schema questionnaire, or MMPI for personality. So all these scales and questionnaires can also be used. അപ്പം ഇതൊക്കെയാണ് ഈ അസസ്മെൻറ്റ്സിൽ വരുന്നത്. അടുത്തത് നമ്മുടെ ഈ തെറപ്പിയുടെ ഒരു പ്രോസസ്സ് എങ്ങനെയാണെന്നാണ് പറയാൻ പോകുന്നത്. അപ്പം ഈ ഒരു തെറപ്പിയുടെ ഇനീഷ്യൽ സെഷൻസിലൊക്കെ കൂടുതലും അസസ്മെൻറ്റ്സ് ഒക്കെ ആയിരിക്കും പോകുന്നത്. പിന്നെ ഒരു കൊളാബറേറ്റീവ് റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യാനുള്ള ശ്രമമായിരിക്കാം, ആൻഡ് കേസ് കൺസെപ്ഷ്യലൈസ് ചെയ്യാനുള്ള ശ്രമമായിരിക്കും ഇനീഷ്യൽ സെഷൻസിലൊക്കെ വരുന്നത്. അങ്ങനെ തെറപ്പി പ്രോഗ്രസ് ചെയ്യുന്നത് വഴി ഗൈഡഡ് ഡിസ്കവറി എന്ന് പറയുന്ന അപ്രോച്ചസ് വഴി ഇനാക്യുറേറ്റ് തിങ്കിങ് പേഷ്യൻസിന് അത് കണ്ടുപിടിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓട്ടോമാറ്റിക് തോട്ട്സ് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള മെത്തേഡ്സ് നമുക്ക് യൂസ് ചെയ്യാം, ഹോംവർക്ക്സ് നമുക്ക് അസൈൻ ചെയ്യാം. അങ്ങനെയാണ് ഒരു തെറപ്പി പ്രോഗ്രസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ തെറപ്പി പ്രോഗ്രസ് ചെയ്യുന്ന ആ ഒരു വഴിയാണ് ഞാനീ പറയുന്നത്. ഫസ്റ്റ് നമ്മൾ ഗൈഡഡ് ഡിസ്കവറിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ ഗൈഡഡ് ഡിസ്കവറിനെ നമ്മൾ സോക്രറ്റിക് ഡയലോഗ് എന്നും നമ്മൾ പറയുന്നുണ്ട്. അപ്പം ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഇതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഗൈഡഡ് ഡിസ്കവറി എന്ന് വെച്ചാൽ എന്താണ്? ഒരു ക്ലയൻറ്റിന് ഉള്ള ഒരു മാലഡാപ്റ്റീവ് ബിലീഫ്സ് അല്ലെങ്കിൽ അസംഷൻസ് അതിനെ മനസ്സിലാക്കാൻ, അതിനെ ഡിസ്കവർ ചെയ്യാനും എന്താ പറയുക, അത് ക്ലയൻറ്റിന് തന്നെ ഓക്കെ എനിക്ക് ഇങ്ങനത്തെ ബിലീഫ്സ് വരുന്നുണ്ട് എന്നുള്ളത് ക്ലയൻറ്റിനും കൂടെ മനസ്സിലാക്കാനും കൂടെ ഉള്ള ഒരു ശ്രമമാണ് ഗൈഡഡ് ഡിസ്കവറി. ഇത് ഒരു സീരീസ് ഓഫ് ക്വസ്റ്റ്യനിങ്ങിലൂടെയാണ് ഈ ഒരു ഡിസ്കവറി കൊണ്ടുവരുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് വാട്ട് ഗൈഡഡ് ഡിസ്കവറി ഈസ്. അടുത്തത് 3 ക്വസ്റ്റ്യൻ ടെക്നിക്. 3 ക്വസ്റ്റ്യൻ ടെക്നിക് എന്ന് പറയുന്ന ഒരു സീരീസ് ഓഫ് ക്വസ്റ്റ്യൻസിൽ നിന്ന് ക്ലയൻറ്റിൻ്റെ ആ ഒരു നെഗറ്റീവ് തിങ്കിങ്ങിനെ റിവൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ള, കുറച്ചും കൂടെ ഒബ്ജക്റ്റീവായിട്ട് തിങ്ക് ചെയ്യാനായിട്ട് ഒരു ശ്രമം നടത്തുക. അതാണ് 3 ക്വസ്റ്റ്യൻ ടെക്നിക്. അപ്പം ഗൈഡഡ് ഡിസ്കവറിയിൽ നമ്മൾ അവിടെ ഡിസ്കവറി മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അവർ ഡിസ്കവർ ചെയ്യാണ് എനിക്ക് ഇങ്ങനത്തെ മാലഡാപ്റ്റീവ് തിങ്കിങ്സ് ഉണ്ടെന്ന്. പക്ഷേ 3 ക്വസ്റ്റ്യൻ ടെക്നിക്കിലാണ് അവർ എന്താ പറയുക, കുറച്ചും കൂടെ ഒബ്ജക്റ്റീവായിട്ട് തിങ്ക് ചെയ്യാനും കൂടെ നമ്മൾ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു 3 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എന്താണ്? വാട്ട് ഈസ് ദ എവിഡൻസ് ഫോർ ദ ബിലീഫ്? അപ്പോൾ ഒരു ബിലീഫ് ഉണ്ടെങ്കിൽ അതിനുള്ള എവിഡൻസ് എന്താണ് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇസ് ഹൗ എൽസ് ക്യാൻ യു ഇൻ്റർപ്രറ്റ് ദ സിറ്റുവേഷൻ? ഓക്കെ, ഈ ഒരു സിറ്റുവേഷനെ നിങ്ങൾ ഇങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്തു, പക്ഷേ ഇതല്ലാതെ വേറെ ഏതൊക്കെ രീതിയിൽ നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റും ആ ഒരു സിറ്റുവേഷനെ? അതാണ് സെക്കൻഡായിട്ട് പറയുന്നത്. തേർഡ് പറയുന്നത് ഇഫ് ഇറ്റ് ഈസ് ട്രൂ വാട്ട് ആർ ദ ഇംപ്ലിക്കേഷൻസ്? അപ്പം ട്രൂ ആണെങ്കിൽ, നിങ്ങളുടെ ഈ ഒരു ബിലീഫ് ശരിയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഡ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു കൺക്ലൂഷൻ എന്താണ്? അപ്പം ഈ 3 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അവരോട് ചോദിക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു 3 ക്വസ്റ്റ്യൻസിൽ നിന്ന് അവർക്ക് തന്നെ ഒരു ഒബ്ജക്റ്റീവ്ലി ആ ഒരു പ്രോബ്ലത്തെ കാണാനായിട്ട് ഒരു അവസരം നമ്മൾ കൊടുക്കുകയാണ്. സോ ദാറ്റ് ഈസ് വാട്ട് 3 ക്വസ്റ്റ്യൻ ടെക്നിക് എന്ന് പറയുന്നത്. അടുത്തത് സ്പെസിഫൈയിങ് ഓട്ടോമാറ്റിക് തോട്ട്സ്. സോ ഓട്ടോമാറ്റിക് തോട്ട്സ് എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിനെ സ്പെസിഫൈ ചെയ്യുക, എന്തൊക്കെ കറക്റ്റായിട്ടുള്ള ഓട്ടോമാറ്റിക് തോട്ട്സ് ആണ് നിങ്ങളിൽ വരുന്നത് എന്നുള്ളത് ക്ലയൻറ്റിന് തന്നെ മനസ്സിലാക്കിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ അതിന് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഡിസ്ഫങ്ഷണൽ തോട്ട് റെക്കോർഡ്. അടുത്ത സ്ലൈഡിൽ അത് കാണിക്കുന്നുണ്ട്. ഡിസ്ഫങ്ഷണൽ തോട്ട് റെക്കോർഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അടുത്തതാണ് ഹോംവർക്ക് എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്ക് സെഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു 1 hour സെഷൻ ആയിരിക്കും, 45 minutes to 1 hour സെഷൻ ആയിരിക്കും. ആ ഒരു സെഷനിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ആ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ അത് റിയൽ ലൈഫ് സെറ്റിങ്സിലും കൂടെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കണം. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹോംവർക്ക് കൊടുക്കുക. ഓക്കെ, ഇനി ഈ ക്ലയൻറ്റിന് ആ ഒരു ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ നമുക്ക് എന്തെങ്കിലും ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു റെസിസ്റ്റൻസ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അടുത്തത് സെഷൻ ഫോർമാറ്റ് എന്ന് പറയുന്നത്. സെഷൻ ഫോർമാറ്റിൽ ഇപ്പം ഓരോ ക്ലയൻറ്റ്സ് അനുസരിച്ചിട്ടായിരിക്കും ഓരോ സെഷൻ്റെയും ഫോർമാറ്റ് എന്ന് വെച്ചാൽ അത് എല്ലായ്പ്പോഴും ഒരുപോലെ ആയിരിക്കണം എന്നില്ല. പക്ഷെ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ ഓരോ സെഷനിലും പാലിക്കേണ്ട ചില കാര്യങ്ങൾ. ഒന്നെന്ന് പറയുന്നത് ക്ലയൻറ്റിൻ്റെ മൂഡ് ചെക്ക് ചെയ്യുക. എല്ലാ തവണയും ക്ലയൻറ്റ് വരുമ്പോൾ അവർക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്, അവരുടെ മൂഡ് എന്താണെന്നുള്ളത് ചെക്ക് ചെയ്യുക. അതിനുശേഷം അവർ ഇന്നത്തെ സെഷൻ്റെ അജണ്ട എന്താണെന്നുള്ളത് നമ്മൾ പറയാം. അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഇന്ന കാര്യമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കാം. അതിനുശേഷം ലാസ്റ്റ് സെഷനിൽ ഉണ്ടായ നമ്മുടെ സെഷന് ശേഷം ഉണ്ടായ ഇവൻറ്റ്സ് റിവ്യൂ ചെയ്യുക.
എങ്ങനെയായിരുന്നു, ലാസ്റ്റ് സെക്ഷൻ കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്നുള്ള രീതിയിലുള്ള റിവ്യൂ ചെയ്യുക. അതിനുശേഷം തെറപ്പിസ്റ്റ് ആ ക്ലയൻറ്റിനോട് ഫീഡ്ബാക്ക് ചോദിക്കണം. പ്രീവിയസ് സെഷൻ്റെ ഫീഡ്ബാക്ക് എന്തായിരുന്നു, ഇപ്പോഴത്തെ സെഷൻ പ്രീവിയസ് സെഷൻ്റെ ഫീഡ്ബാക്ക് എന്താണ് എന്നുള്ളത് ചോദിക്കാം. അല്ലെങ്കിൽ ക്ലയൻറ്റിന് എന്തെങ്കിലും ഒരു കൺസേൺ അല്ലെങ്കിൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് നമുക്ക് എന്താണെന്ന് ചോദിക്കുകയും നമുക്ക് ചെയ്യാൻ കഴിയുന്ന പോലെ അതിനെ മാറ്റാനായിട്ട് ശ്രമിക്കുകയും ചെയ്യാം. ആൻഡ് ക്ലയൻറ്റിൻ്റെ ഹോംവർക്ക് റിവ്യൂ ചെയ്യുക. ആൻഡ് ഇന്നത്തെ സെഷനിൽ എന്ത് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. പുതിയ ഹോംവർക്ക് നമുക്ക് കൊടുക്കാം. സോ ഇങ്ങനെയാണ് ഒരു സെഷൻ്റെ ഫോർമാറ്റ് പോകുന്നത്. സോ ഇത് ഓരോ ക്ലയൻറ്റ് അനുസരിച്ചും വ്യത്യാസം ഉണ്ടാകും. പക്ഷേ ഈ പോയിന്റ്സ് എല്ലാം ബേസിക് ആയിട്ട് ഉണ്ടായിരിക്കണം. ഓക്കെ, ക്ലയൻറ്റിൻ്റെ മൂഡ് ചെക്ക് ചെയ്യുക, അജണ്ട സെറ്റ് ചെയ്യുക, പാസ്റ്റ് വീക്ക് റിവ്യൂ ചെയ്യുക, ഫീഡ്ബാക്ക് ചോദിക്കുക, ദെൻ ന്യൂ ഹോംവർക്ക് കൊടുക്കുക. സോ ദീസ് ആർ ദ സെഷൻ ഫോർമാറ്റ്. അടുത്തത് ടെർമിനേഷൻ എന്ന് പറയുന്നത് ക്ലയൻറ്റ് ആദ്യത്തെ ഫസ്റ്റ് സെഷൻ തൊട്ട് തന്നെ ടെർമിനേഷൻ പ്ലാൻ ചെയ്യേണ്ടതാണ് ഒരു തെറപ്പിസ്റ്റ്. ഓക്കെ, സോ എപ്പോഴാണ് ടെർമിനേറ്റ് ചെയ്യുക? ക്ലയൻറ്റ് സ്വന്തമായിട്ട് അവരുടെ തോട്ട്സ് മോണിറ്റർ ചെയ്ത്, അവരുടെ ബിഹേവിയർ മോണിറ്റർ ചെയ്ത്, അതിൻ്റെ പ്രോഗ്രസ് ക്ലയൻറ്റ് സ്വന്തമായിട്ട് അത് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് നമുക്കിത് ടെർമിനേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ലൈക്ക് ക്ലയൻറ്റ് തന്നെ അവരുടേതായിട്ടുള്ള ഒരു തെറപ്പിസ്റ്റ് ആകുന്ന ഒരു ടൈമിന് നമുക്ക് സെഷൻ ടെർമിനേറ്റ് ചെയ്യാവുന്നതാണ്. ടെർമിനേറ്റ് ചെയ്തതിന് ശേഷം പിന്നീട് നമുക്ക് ഈ വൺസ് എ വീക്ക് എന്നുള്ളത് മാറ്റി വൺസ് എവറി 2 weeks ഓർ വൺസ് എ മന്ത് എന്നുള്ള രീതിയിൽ ജസ്റ്റ് നമുക്ക് റിവ്യൂ ചെയ്യാൻ വേണ്ടി മാത്രം നമുക്ക് സെഷൻസ് കൊണ്ടുപോയാൽ മതി. സോ ഇങ്ങനെയാണ് ഒരു തെറപ്പിയുടെ പ്രോസസ്സ് പോകുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു സ്ലൈഡിൽ നമുക്ക് കോഗ്നിറ്റീവ് കൺസെപ്ച്വലൈസേഷൻ ഡയഗ്രമും ഡിസ്ഫങ്ഷണൽ തോട്ട് റെക്കോർഡുമാണ് കാണാൻ കഴിയുന്നത്. അപ്പം ഞാൻ ലാസ്റ്റ് സ്ലൈഡിൽ പറഞ്ഞിരുന്നു, പ്രോസസ്സിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ അല്ലെങ്കിൽ ഇനീഷ്യൽ സെഷൻസിൽ നമ്മൾ കേസ് കൺസെപ്ച്വലൈസേഷൻ കൂടി ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറപ്പി വഴി എങ്ങനെയാണ് നമുക്ക് കൺസെപ്ച്വലൈസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പം ഫസ്റ്റ് നമ്മൾ താഴെ നിന്നാണ് ആക്ച്വലി തുടങ്ങുന്നത്. താഴെ എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ബിഹേവിയർ, എന്ത് ബിഹേവിയറാണ് ഞാൻ ചെയ്തത്, അത് ചെയ്യാനുണ്ടായ സമയത്തുള്ള എൻ്റെ ഇമോഷൻസ് എന്താണ്, ആ ഇമോഷന് പുറകെയുള്ള ഓട്ടോമാറ്റിക് തോട്ട് എന്തായിരുന്നു, ആ ഒരു ഓട്ടോമാറ്റിക് തോട്ട്, അതിൻ്റെ മീനിങ് എന്താണ്, ആൻഡ് ഈ ഒരു ഓട്ടോമാറ്റിക് തോട്ട് വരാനുണ്ടായ ആ ഒരു സിറ്റുവേഷൻ എന്താണ്. അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. ഇനി ഇതെല്ലാമാണ് പ്രസൻ്റ് ആയിട്ടുള്ള കാര്യം. ഇനി ഇതിന് മുന്നേ എന്തൊക്കെയാണ്, നമ്മുടെ റെലവൻറ്റ് ചൈൽഡ്ഹുഡ് ഹിസ്റ്ററി നമ്മൾ എടുക്കും അല്ലേ. ചൈൽഡ്ഹുഡ് ഹിസ്റ്ററിയിൽ നിന്ന് നമുക്ക് അവരുടെ കോർ ബിലീഫ്സ് എന്തായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയണം. ഓക്കെ, അവരുടേതായിട്ടുള്ള ബിലീഫ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയണം. അതിൽ നിന്ന് അവരുടെ കണ്ടീഷണൽ അസംഷൻ അല്ലെങ്കിൽ ബിലീഫ്സ് അല്ലെങ്കിൽ റൂൾസ് എന്തൊക്കെയാണെന്നുള്ളത്, നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ബിലീഫ്സ് ആണെങ്കിലും അവരുടെ ആ ഒരു കോർ ബിലീഫിനെ കോപ്പി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് ബിലീഫ്സ് ഉണ്ടാവുമായിരിക്കും. ആ ഒരു ബിലീവ് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കുക. അതിനുശേഷം കോമ്പൻസേറ്ററി സ്ട്രാറ്റജീസ്, ആ ഒരു ഈ കോർ ബിലീഫ്സിനെ കോപ്പി ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ബിഹേവിയർ എന്താണ്, അതാണ് കോമ്പൻസേറ്ററി സ്ട്രാറ്റജീസ്. ഇതെല്ലാമാണ് ആദ്യം നമ്മൾ എഴുതുക. അതിനുശേഷമാണ് ഈ സിറ്റുവേഷൻ, ഓട്ടോമാറ്റിക് തോട്ട്സ്, മീനിങ് ഓഫ് ഓട്ടോമാറ്റിക് തോട്ട്സ്, ഇമോഷൻസ്, ബിഹേവിയർ ഇതെല്ലാം വരുന്നത്. സോ ഇങ്ങനെയാണ് ആ ഒരു കൺസെപ്ച്വലൈസേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ അടുത്തത് ഡിസ്ഫങ്ഷണൽ തോട്ട് റെക്കോർഡ്. അതിനകത്ത് നമ്മൾ ആ ഒരു ഡേറ്റ് ആൻഡ് ടൈം, ആ ഒരു ഇവൻറ്റ് സംഭവിക്കുന്ന അല്ലെങ്കിൽ സിറ്റുവേഷൻ്റെ ആ ഒരു ഡേറ്റ് ആൻഡ് ടൈം എന്താണെന്നുള്ളത് എഴുതുക. സിറ്റുവേഷൻ എന്താണ് സംഭവിച്ചിരിക്കുന്നത്, ഓട്ടോമാറ്റിക് തോട്ട്സ് എന്തായിരുന്നു ആ ഒരു സമയത്ത് വന്നേ, ഇമോഷൻസ് എന്തായിരുന്നു, അതിന് ഓൾട്ടർനേറ്റീവായിട്ട് നമുക്ക് ഏതൊക്കെ റെസ്പോൺസ് നമുക്ക് യൂസ് ചെയ്യാം, ആൻഡ് അതിൻ്റെ ഔട്ട്കം എന്താണ്. ഇത്രയും കാര്യങ്ങളാണ് ഡിസ്ഫങ്ഷണൽ തോട്ട് റെക്കോർഡ്. സോ ഈ ഒരു ഡിസ്ഫങ്ഷണൽ തോട്ട് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ ക്ലയൻറ്റിന് നമ്മൾ ഹോംവർക്കായിട്ട് കൊടുക്കുന്നതാണ്. അതേസമയം കൺസെപ്ച്വലൈസേഷൻ നമുക്ക് വേണ്ടി ചെയ്യുന്നതാണ്. സോ കൺസെപ്ച്വലൈസേഷൻ തെറപ്പി പ്രോഗ്രസ് ചെയ്യാൻ വേണ്ടി നമ്മൾ തന്നെ ചെയ്യുന്നതാണ് അത് വരുന്നത്. അടുത്തത് തെറപ്യൂട്ടിക് ടെക്നിക്സ് ആണ്. അപ്പം ഈ തെറപ്യൂട്ടിക് ടെക്നിക്സ് വഴിയാണ് നമ്മൾ ആ ഒരു തെറപ്യൂട്ടിക് പ്രോസസ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രോഗ്രസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മളിവിടെ 8 തെറപ്യൂട്ടിക് ടെക്നിക്സ് ആണ് പറയുന്നത്. ആദ്യത്തത് അണ്ടർസ്റ്റാൻഡിങ് ഇഡിയോസിൻക്രറ്റിക് മീനിങ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ഡിഫറെൻറ്റ് വേർഡ്സ് ക്യാൻ ഹാവ് ഡിഫറെൻറ്റ് മീനിങ്സ് ഫോർ പീപ്പിൾ. അപ്പം
ഓരോ കാര്യവും ഓരോ ആൾക്കാരിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള മീനിങ്സ് അല്ലെങ്കിൽ ഇൻ്റർപ്രിട്ടേഷൻ ആയിരിക്കും ഉണ്ടാക്കുന്നത്. സോ അവരുടെ ഓട്ടോമാറ്റിക് തോട്ട്സ് അനുസരിച്ചും അവരുടെ കോഗ്നിറ്റീവ് സ്കീമാസ് അനുസരിച്ചായിരിക്കും അവർ ഒരു കാര്യത്തെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു കാര്യത്തിന് മീനിങ് കണ്ടെത്തുന്നത്. സോ ആസ് എ തെറപ്പിസ്റ്റ് നമ്മൾ മനസ്സിലാക്കണം ആ ഒരു ക്ലയൻറ്റിനെ ഈ ഒരു കാര്യം കൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നത്. അല്ലാതെ ഇപ്പോൾ ഒരു ഇവൻറ്റ് സംഭവിക്കാമെന്ന് വിചാരിച്ചോ, ആ ഒരു ഇവൻറ്റ് എനിക്കെന്ത് ആസ് എ തെറപ്പിസ്റ്റ് എനിക്ക് എങ്ങനെയാണ് അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ കഴിയുക, അതുപോലെ ആയിരിക്കണം എന്നില്ല ക്ലയൻറ്റിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ കഴിയുക. സോ ക്ലയൻറ്റ് വേറൊരു രീതിയിലായിരിക്കും ഇൻ്റർപ്രറ്റ് ചെയ്യുക. വൈ? ബിക്കോസ് ഓഫ് ദെയർ ഓൺ ഓട്ടോമാറ്റിക് തോട്ട്സ് ആൻഡ് കോഗ്നിറ്റീവ് സ്കീമസ്. സോ നമ്മൾ അത് മനസ്സിലാക്കുക, ക്ലയൻറ്റിന് അതെങ്ങനെയാണ് ഇൻ്റർപ്രറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അടുത്തത് ചലഞ്ചിങ് ആബ്സല്യൂട്ട്സ്. ചലഞ്ചിങ് ആബ്സല്യൂട്ട്സ് എന്ന് പറയുമ്പോൾ ഇപ്പം ആബ്സല്യൂട്ട്സ് എന്ന് പറയുന്നത് എന്താണ്? ഇപ്പം ഞാൻ REBT എന്ന് പറയുന്ന ആ ഒരു തെറപ്പീനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ആബ്സല്യൂട്ടിനെ പറ്റിയും നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. ആബ്സല്യൂട്ട് എന്ന് പറയുന്നത് everyone should always be like this, അല്ലെങ്കിൽ everyone at work is smarter than I am, അല്ലെങ്കിൽ I always fail at things. അങ്ങനെ ഈ everyone, always, never, no one, all the time എന്നൊക്കെ പറയുന്ന ഈ വേർഡ്സ് നമ്മൾ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ യൂസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കുക. ഈ വേർഡ്സിനാണ് ആബ്സല്യൂട്ട്സ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഗ്രേ ഷെയ്ഡ് ഇല്ല, അല്ലെങ്കിൽ കുറച്ച് പേർ അങ്ങനെയില്ല, എല്ലാവരും നല്ലതാണ് ഞാൻ മാത്രം മോശം എന്നൊക്കെ പറയുന്നതിനെയാണ് ആബ്സല്യൂട്ട്സ് എന്ന് പറയുന്നത്. സോ ആ ഒരു ആബ്സല്യൂട്ട്സ് ഐഡൻറ്റിഫൈ ചെയ്യുക, അതിനെ നമ്മൾ ചലഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോക്രറ്റീവ് ഡയലോഗ്സ് ഒക്കെ വഴി നമുക്കതിനെ ചലഞ്ച് ചെയ്യാൻ പറ്റും. അടുത്തത് റീആട്രിബ്യൂഷൻ. റീആട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ക്ലയൻറ്റ്സ് മേ ആട്രിബ്യൂട്ട് റെസ്പോൺസിബിലിറ്റി ഫോർ സിറ്റുവേഷൻസ് ഓർ ഇവൻറ്റ്സ് ടു ദംസെൽവ്സ് വെൻ ദേ ഹാവ് ലിറ്റിൽ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ് സംസാരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞതാണ് ഇതുപോലെ, ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഞാനാണ്, അല്ലെങ്കിൽ ഞാൻ കാരണമാണ് ആ ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടായത്, അല്ലെങ്കിൽ ഞാൻ കാരണമാണ്. അപ്പം ഫോർ എക്സാമ്പിൾ നമുക്ക് ഇപ്പോൾ ഫ്ലഡ് വന്നു കേരളയിൽ, അപ്പോൾ ഈ കേരളയിൽ ഫ്ലഡ് വന്നത് ഞാൻ കാരണമാണ് എന്ന് വിചാരിക്കുന്നതിന്, അപ്പം ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഉള്ളത് കൊണ്ടാണ്, ഞാൻ കേരളത്തിലുള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇവിടെ സംഭവിക്കുന്നത് എന്ന് വിചാരിക്കുന്നതിനെയാണ് എന്താ പറയുക, അങ്ങനെ ആട്രിബ്യൂഷൻ കൊടുക്കുന്ന ഓരോ ഇവൻറ്റിനെയും ആ രീതിയിൽ ആട്രിബ്യൂട്ട് ചെയ്യുന്ന ക്ലയൻറ്റ്സ് ഉണ്ടാവും. അവരെ അത് മനസ്സിലാക്കി നമ്മളതിനെ റീആട്രിബ്യൂഷൻ ചെയ്യുക, അല്ലെങ്കിൽ അത് അങ്ങനെയല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ് റീആട്രിബ്യൂഷൻ. അടുത്തത് ലേബലിംഗ് ഓഫ് ഡിസ്റ്റോർഷൻസ്. അപ്പോൾ നമ്മൾ നേരത്തെ ഒരുപാട് കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷനെ പറ്റി സംസാരിച്ചു. അപ്പോൾ അത് ക്ലയൻറ്റ് തന്നെ അവരുടെ തോട്ട് പാറ്റേണിൽ ഈ ഒരു കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ് കണ്ടുപിടിക്കുകയും അതിനെ ലേബൽ ചെയ്യാൻ കഴിയുകയും ചെയ്യണം ക്ലയൻസിന്. അപ്പം എപ്പോഴൊക്കെ ആ ഒരു തോട്ട് വരുന്നോ, എപ്പോഴൊക്കെ ഈ രീതിയിലുള്ള ഒരു ഓട്ടോമാറ്റിക് തോട്ട്സ് വരുന്നോ, അപ്പോൾ തന്നെ ക്ലയൻറ്റിന് അത് ലേബൽ ചെയ്യാൻ കഴിയണം. ഓക്കെ, ഇത് ഇന്ന ഡിസ്റ്റോർഷൻ ആണ് എനിക്ക് സംഭവിക്കുന്നത്, ശരിക്കും ഇങ്ങനെ ആയിരിക്കണം എന്നില്ല എന്നുള്ള രീതിയിൽ അവരെ ലേബൽ ചെയ്യാനായിട്ട് പഠിപ്പിക്കുക. പിന്നെ വരുന്നത് ഡീകാറ്റസ്ട്രഫൈസിങ്. അപ്പോൾ കാറ്റസ്ട്രഫൈസ് എന്താണെന്നുള്ളത് നമ്മൾ ഡിസ്റ്റോർഷനിൽ സംസാരിച്ചിരുന്നു. അപ്പം അതിനെ നമുക്ക് ഡീകാറ്റസ്ട്രഫൈസ് ചെയ്യുക, അതിനെ നമ്മൾ ചലഞ്ച് ചെയ്യുക ബേസിക്കലി. അപ്പം അവർക്ക് എന്താ വെച്ചാൽ ക്ലയൻറ്റ് മേ ബി വെരി അഫ്രെയ്ഡ് ഓഫ് ആൻ ഔട്ട്കം ദാറ്റ് ഈസ് അൺലൈക്ലി ടു ഹാപ്പൻ. അപ്പം ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല, എന്നാലും ഭയങ്കരമായിട്ട് അത് സംഭവിക്കും എന്നുള്ള രീതിയിൽ നമ്മൾ പേടിക്കാം. അപ്പോൾ ഇതിന് നമുക്ക് മെയിൻലി സാധാരണ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് വാട്ട് ഇഫ് ടെക്നിക്കാണ്. വാട്ട് ഇഫ് ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ വാട്ട് ഇഫ് ഇറ്റ് ഡസ് വർക്ക് ഓർ വാട്ട് ഇഫ് ഇറ്റ് ഡസൻറ്റ് വർക്ക്, എന്താ സംഭവിക്കാൻ പോകുന്നത്. ഇപ്പോൾ അങ്ങനെ പേടി എന്താ പറയുക, ശരിക്കും അങ്ങനെ സംഭവിച്ചു എന്നിരിക്കട്ടെ, എന്താണ് ഇനി അങ്ങോട്ട് എന്താ സംഭവിക്കാൻ പോകുന്നത്, ആ ഒരു രീതിയിൽ നമുക്കതിനെ ചലഞ്ച് ചെയ്യാൻ കഴിയും. സോ അതാണ് ഡീകാറ്റസ്ട്രഫൈസിങ്. അടുത്തത് ചലഞ്ചിങ് ഓൾ ഓർ നത്തിങ് തിങ്കിങ്. ഓൾ ഓർ നത്തിങ് തിങ്കിങ് എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു അല്ലേ, ഡൈക്കട്ടമസ് ആയിട്ട് ഒന്നെങ്കിൽ ആണ് അല്ലെങ്കിൽ അല്ല എന്നുള്ളതാണ് ഓൾ ഓർ നത്തിങ് തിങ്കിങ്. അപ്പോൾ അതിനെ ചലഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. അതിന് ചെയ്യുന്നൊരു പ്രോസസ്സാണ് സ്കെയിലിംഗ് എന്ന് പറയുന്നൊരു പ്രോസസ്സ്. എന്ന് പറയുമ്പോൾ ഈ ഒരു ഓൾ ഓർ നത്തിങ് എന്ന് പറയുന്നത് രണ്ട് എക്സ്ട്രീംസിൽ നിൽക്കുകയാണ്. അപ്പം അത് രണ്ടും എക്സ്ട്രീംസ് മാത്രമല്ല, അതൊരു കണ്ടിന്യൂം ആണെന്നുള്ളത് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത്. കണ്ടിന്യൂം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് എക്സാമിന് 8 പോയിൻറ്റേഴ്സ് കിട്ടും, 10ൽ 8 പോയിൻറ്റേഴ്സ് കിട്ടിയാൽ മാത്രമേ ഞാൻ നല്ലൊരു സ്റ്റുഡൻ്റ് ആണെന്ന് ഞാൻ പറയുകയുള്ളൂ. അങ്ങനെയല്ല, 8ന് ഒരു 7.59 ആയിക്കഴിഞ്ഞാൽ ഞാൻ മോശമാണ് എന്ന് വിചാരിക്കുന്നൊരു, അല്ലെങ്കിൽ അങ്ങനെ 8 കിട്ടിയില്ല,
8 കിട്ടിയില്ലെങ്കിൽ ഞാൻ മോശമാണ്, 8 കിട്ടിയാൽ മാത്രമേ ഞാൻ നല്ലൊരു സ്റ്റുഡൻ്റ് ആവുള്ളൂ എന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് നമ്മൾ പറയുകയാണ് ഓക്കെ 8 ഇസ് ഓക്കെ, അപ്പം 7.59 ആണ് കിട്ടുന്നതെങ്കിലോ? അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ രീതിയിൽ നമ്മൾ ചിന്തിച്ചു തുടങ്ങും. ഈ രീതിയിൽ നമ്മൾ ക്ലയൻസിനെ ചിന്തിക്കാൻ പഠിപ്പിക്കുമ്പോൾ അവിടെ ഒരു കണ്ടിന്യൂം കൂടിയുണ്ട് എന്നുള്ളത് നമ്മൾ അവരെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സോ അതാണ് ചലഞ്ചിങ് ഓൾ ഓർ നത്തിങ് തിങ്കിങ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ലിസ്റ്റ് ഓഫ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. ഒരു ഡിസിഷൻ എടുക്കാൻ ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ അവിടെ നമുക്ക് ആ ഒരു ഡിസിഷൻ എടുത്തത് കൊണ്ടുണ്ടാകുന്ന അഡ്വാൻറ്റേജസും ആ ഒരു ഡിസിഷൻ എടുത്തില്ലെങ്കിൽ ഉണ്ടാകുന്ന ഡിസഡ്വാൻറ്റേജസിനെ പറ്റിയും എഴുതുക. നമ്മൾ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് എന്നും പറയാതിന്. അപ്പോൾ അത് നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ വരുന്നത് കോഗ്നിറ്റീവ് റിഹേഴ്സൽ. കോഗ്നിറ്റീവ് റിഹേഴ്സൽ എന്ന് പറയുന്നത് നമ്മുടെ ഇമാജിനേഷൻ അനുസരിച്ച് വച്ചിട്ട് നമ്മൾ അപ്കമിങ് ഇവൻറ്റ്സ് നമ്മൾ എങ്ങനെ ഡീല് ചെയ്യും എന്നുള്ളത് ഇമാജിൻ ചെയ്യുക ആണ്. ഇപ്പോൾ നമുക്ക് ഒരു ഗ്രൂപ്പിന് മുന്നിൽ സംസാരിക്കാൻ പേടിയാണ്, അപ്പം നമ്മൾ മനസ്സിൽ റിഹേഴ്സ് ചെയ്യുക. അപ്പോൾ ഒരു ഗ്രൂപ്പിൻ്റെ ഫ്രണ്ടിൽ ഞാൻ വന്ന് നിൽക്കുകയാണ്, അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുകയാണ്, അപ്പോൾ അവർ ഇങ്ങനെയൊക്കെ എന്നോട് റെസ്പോണ്ട് ചെയ്യും. ആ ഒരു രീതിയിൽ നമ്മൾ മനസ്സിൽ അതിനെ റിഹേഴ്സ് ചെയ്യുന്നത് വഴി നമുക്കതിനെ ടാക്കിൾ ചെയ്യാനും മനസ്സിൽ തന്നെ നമ്മൾ കോഗ്നിറ്റീവ്ലി അത് റിഹേഴ്സ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദ കോഗ്നിറ്റീവ് ടെക്നിക്സ് ദാറ്റ് വി യൂസ് ഇൻ CBT. ഇതുകൂടാതെ ബിഹേവിയറൽ ടെക്നിക്സും യൂസ് ചെയ്യാറുണ്ട്. ലൈക്ക് ആക്ടിവിറ്റി സ്കെഡ്യൂളിംഗ്, ബിഹേവിയറൽ റിഹേഴ്സൽ, സോഷ്യൽ സ്കിൽസ് ട്രെയിനിങ്, ബിബ്ലിയോതെറാപ്പി, അസർട്ടീവ്നെസ് തെറപ്പി ട്രെയിനിങ് ആൻഡ് റിലാക്സേഷൻ ട്രെയിനിങ്. അപ്പം ഈ ടെക്നിക്സൊക്കെ ബിഹേവിയറൽ ടെക്നിക്സും നമ്മൾ CBTയിൽ യൂസ് ചെയ്യുന്നുണ്ട്. സോ മെയിൻലി ഇതൊക്കെയാണ് നമ്മൾ CBTയിൽ മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് എ കൺക്ലൂഷൻ. സോ ഇതിലുള്ള മിക്ക പോയിൻറ്റ്സും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. മെയിൻലി നമ്മൾ CBT യൂസ് ചെയ്യുന്നത് ഡിപ്രഷൻ, ആൻസൈറ്റി, OCD ആൻഡ് സബ്സ്റ്റൻസ് അബ്യൂസ് എന്നുള്ള ഡിസോർഡേഴ്സ് ടാക്കിൾ ചെയ്യാനാണ്. എവിഡൻസ് ബേസ്ഡ് ആയിട്ട് നമ്മളത് പ്രൂവ് ചെയ്തിട്ടുണ്ട് ഈ ഡിസോർഡേഴ്സിലൊക്കെ. സോ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ ഈ ഞാൻ ചെയ്യുന്ന എല്ലാ ടോപ്പിക്സും സൈക്കോളജി റിലേറ്റഡ് ആണ്. മെയിൻലി തെറപ്പി റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സാണ് യൂസ് ചെയ്യുന്നത്. ഈ തെറപ്പി വീഡിയോസൊക്കെ യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും, സൈക്കോളജി പഠിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇത് ഷെയർ ചെയ്യാം. താങ്ക് യു.